ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. കാരണം ഇത് കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഇത് വലിയൊരു ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഡെലിബറേറ്റ് പ്രാക്ടീസ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ഡെലിബറേറ്റ് പ്രാക്ടീസ് മെഡിറ്റേഷൻ ആവുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന പ്രാക്ടീസ് യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ഇത് വളരെ നെസസറിയുമാണ്, വളരെ ഇമ്പോർട്ടന്റും കൂടിയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു വലിയൊരു തെറ്റിദ്ധാരണ. ശരിക്കും ഈ ഒരു കാരണത്താലാണ് ഞാൻ മെഡിറ്റേഷനെ പറ്റി വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഇങ്ങനെയാണ് മെഡിറ്റേഷൻ എല്ലാവരും പഠിപ്പിക്കുന്നത്. പ്രശ്നം മെഡിറ്റേഷന്റെ ഫിലോസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ മെഡിറ്റേഷൻ പഠിപ്പിച്ചതുകൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ജിതു കൃഷ്ണമൂർത്തി പറയുന്ന പോലെ ദിസ് ഇസ് നോട്ട് മെഡിറ്റേഷൻ, ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്നത് ഒരു ഡെലിബറേറ്റ് പ്രാക്ടീസ് ആവില്ല, അതൊരു ടെക്നീക്ക് ആവില്ല, അതൊരു എക്സസൈസ് ആവില്ല. മെഡിറ്റേഷൻ ഈസ് എൻ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ റിയാലിറ്റിയുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തിയററ്റിക്കലി ഇന്റലക്ച്വലി മനസ്സിലായതുകൊണ്ടും കാര്യമില്ല, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. സോ മെഡിറ്റേഷൻ ഇസ് ദ വേ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, consider joining the channel. We talk about meditation. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരും. സോ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പ്രാക്ടീസിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, ഒരു നിർബന്ധവുമില്ല. ബട്ട് ഡു ഇറ്റ് വിത്ത് ദ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെഡിറ്റേഷന്റെ ഫണ്ടമെന്റൽ ഐഡിയ കുറച്ച് പറഞ്ഞു. ഇനി ഒരുപാട് പറയാനുണ്ട്. ആ ഒരു പാത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. ഇങ്ങനൊരു ഫിലോസഫി, ഇങ്ങനൊരു ഐഡിയ, ഇങ്ങനൊരു ടെക്നീക്ക് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഈ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു. ഈ സെൽഫ് അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞ പാത്ത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് മറ്റ് പ്രാക്ടീസുകളോട് കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് ശരിക്കും അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവുന്നത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ആ ഒരൊറ്റ പാത്തിലൂടെ മാത്രം പോവുകയാണെങ്കിൽ, ആ ഒരൊറ്റ വഴിയിലൂടെ മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് മറ്റ് പല പ്രാക്ടീസുകളും ഇതിനുമായി ക്ലബ്ബ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ ഞാൻ മറ്റ് പല പ്രാക്ടീസുകളും ടെക്നീക്കുകളും മെഡിറ്റേഷൻ ഫിലോസഫിയും ഒക്കെ പറയുമ്പോൾ ഇതുമായി കണക്ട് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കാം. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ റിക്വയർഡ് ആണ്. അതായത് മെഡിറ്റേഷന് ആപ്റ്റായ, മെഡിറ്റേഷൻ ഉതകുന്ന ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സാധാരണയായി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഡെയിലി 2 പ്രാവശ്യം ഈ ഒരു പ്രാക്ടീസ് ഡെലിബറേറ്റ് ആയി ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. സോ യൂഷ്വലി ഇറ്റ്സ് 15 to 20 minutes twice a day. ഈ വീഡിയോയുടെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു ഡെലിബറേറ്റ് പ്രാക്ടീസ് ആണ്. അതായത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പഠിക്കുന്നത് പോലെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ മനഃപൂർവ്വം ചെയ്യുന്ന പ്രോസസ്സും മെഡിറ്റേഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ ഈ പറയുന്ന ഈ ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്നത് മെഡിറ്റേഷൻ ആണോ എന്നത് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ നിങ്ങളുടെ ഉത്തരം എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ഓൺ ദ കമന്റ് ബോക്സ്. ഐ ബി മോർ ദാൻ ഹാപ്പി ടു റീഡ് ഇറ്റ്. സോ നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു ഡെലിബറേറ്റ് പ്രാക്ടീസ് ആണ്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു ബേസിക് കണ്ടീഷൻ മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ കട്ടൻ ചായയാണ്. ശരിക്കും ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഈ കാണുന്ന ഓരോ പൊടികളും നമ്മുടെ മനസ്സിലെ ഓരോ തോട്ടുകളാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മനസ്സിന് സംഭവിക്കുന്ന ഇതാണ്. എങ്ങനെയാണോ ഈ കട്ടൻ ചായ കുടിക്കാൻ പറ്റാത്തത്, അതുപോലെ യൂസ്ലെസ് ആണ് ഇങ്ങനെ ഒരു മനസ്സും. നമ്മൾ ഇത് ഇളക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇതിന് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചു പോകും. ഈ തോട്ട്സുകളൊക്കെ ശാന്തമായി ഇങ്ങനെ അതിന്റെ അടിയിൽ അടിഞ്ഞുകൂടുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും സംഭവിക്കും. പക്ഷെ നമ്മൾ ഇളക്കുന്ന പരിപാടി നിർത്തണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെ ഒരു മനസ്സിനേക്കാൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ശാന്തമായ ഒരു മനസ്സാണ്. ഇതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെന്റൽ കണ്ടീഷൻ. നമ്മുടെ ഈ ബിസി ലൈഫിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ശാന്തമായ മനസ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണം എന്നില്ല. പക്ഷെ ഈ കൊടുക്കാൻ പോകുന്ന 20 മിനിറ്റ്, നമ്മൾ ആത്മാർത്ഥമായി കൊടുക്കാൻ പോകുന്ന ഈ 20 മിനിറ്റ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ 20 മിനിറ്റ് ഇനി എന്ത് ചെയ്യും? അത് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച്, ശാന്തമായ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ 20 മിനിറ്റ് ഈ പ്രാക്ടീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇനി എന്ത് ചെയ്യും? ഇതാണ് പ്രശ്നമല്ലേ? നമുക്ക് ആകെ അറിയുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ്. ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പണി തരാം. അതായത് നമ്മൾ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ അതിൽ നിന്ന് നമുക്ക് അൺപ്ലഗ് ചെയ്യാൻ, അതിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് അവർ മൈൻഡ്. അതാണ് അലൻ വാട്സിന്റെ ഒരു പുസ്തകത്തിന്റെ പേര്, ഗെറ്റ് ഔട്ട് ഓഫ് അവർ മൈൻഡ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ക്വിക്ക് സാൻഡ് കണ്ടിട്ടുണ്ടോ? ഈ ചതുപ്പ് നിലങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോകുന്ന ഒരു തരം ജിയോഗ്രാഫിക്കൽ സ്പേസ്. അതായത് നമ്മൾ എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതിന്റെ ആഴത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു തരം ചളിക്കുഴി. ഒരു ക്വിക്ക് സാൻഡിൽ നിന്ന് ആകെ രക്ഷപ്പെടാനുള്ള വഴി പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് നമുക്ക് വേണം. ഇതുപോലെ തന്നെയാണ് മൈൻഡിന്റെ അവസ്ഥ. അപ്പൊ നമുക്കും ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണം. അപ്പൊ ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്?
എനിക്ക് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ പാരന്റ്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളവിടെ ഉണ്ട്. ആ ആളുടെ പേരാണ് ശ്വാസം, ബ്രീതിങ്. അതുകൊണ്ടാണ് മെജോറിറ്റി ഒരു മെഡിറ്റേഷനെ പറ്റി സംസാരിക്കുന്ന എല്ലാവരും ബ്രീതിങ്ങിനെ പറ്റി സംസാരിക്കും. എന്തുകൊണ്ടാണ് ബ്രീതിങ്ങിന് ഇത് ഇമ്പോർട്ടൻസ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. നിങ്ങൾ ചെയ്യുന്നതാണോ ബ്രീതിങ്? ചിലപ്പോൾ തോന്നും നമ്മളാണ്. നമ്മൾക്ക് അതിൽ ഫുൾ കൺട്രോൾ ഉണ്ട്. നമുക്ക് അതിന്റെ വേഗത കൂട്ടാം, കുറക്കാം, അതിന്റെ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാം, അങ്ങനെ പല കൺട്രോളും നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തും അവിടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ പോലും നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയി നമ്മളെ കൺട്രോൾ വിട്ടാലും അത് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രീതിങ്ങിനെ നമ്മൾ ഈ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ടാണ് മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് എന്ന് പറയാത്തത്. ഇടയ്ക്കിടയ്ക്ക് എന്റെ വായിൽ നിന്നും മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് എന്ന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത് എഡിറ്റിങ്ങിന്റെ സമയത്ത് കട്ട് ചെയ്ത് കളയും. പ്രാക്ടീസ് എന്ന് മാത്രം ഞാൻ ഉപയോഗിക്കാൻ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനം മനസ്സിലാവും. അപ്പോൾ ഈ ബ്രീതിങ് എന്നത് ഈ ഒരു പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കാൻ മെയിൻ കാരണം എന്നത് ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ആയി ലെറ്റ് ഗോ ചെയ്താലും ഇത് അവിടെ സംഭവിക്കും. അതായത് ബ്രീതിങ്ങിന് ഒരു നാച്ചുറൽ റിതം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ 20 മിനിറ്റ് നമ്മൾ നമ്മളെ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുക. ഗിവ് കംപ്ലീറ്റ് അറ്റൻഷൻ ടു ബ്രീതിങ്. വളരെ ബോറിംഗ് പരിപാടിയാണ്. വലിയ കാര്യമായി ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. എല്ലാ ശ്വാസവും ഒരുപോലെയാണ്. പക്ഷെ ഈ 20 മിനിറ്റ് ഡെലിബറേറ്റ്ലി നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്യും. ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ് ബ്രീതിങ്ങിലേക്ക് കൊണ്ടുവരും. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ബ്രീതിങ്ങിന് ഒരിക്കലും ഇന്റർഫിയർ ചെയ്യരുത്. ഇതിനെ ഏറ്റവും നാച്ചുറലായ ബ്രീതിങ് ഋതത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ഇത് പലർക്കും ഇപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പലരും ബ്രീത്ത് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നിങ്ങളുടെ ബോഡി കണ്ടീഷൻഡ് ആയ ഒരു ബ്രീതിങ് രീതിയിലായിരിക്കും നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ നാച്ചുറൽ ഋതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അതിനെ ആദ്യം ഫ്രീ ചെയ്യണം. യു ഹാവ് ടു ലെറ്റ് ദാറ്റ് ഗോ. നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ കളർ, ഷേപ്പ്, രീതി ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ഇതുപോലെ വളരെ ഇംപേഴ്സണലി ആയി നമുക്ക് നമ്മുടെ ബ്രീതിങ്ങിനെയും കാണാൻ പറ്റും. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് യുവർ ബ്രീതിങ് വിതൗട്ട് ഇന്റർഫിയറിംഗ് ഇറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രീതിങ്ങിനെ പറ്റി നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഉദാഹരണത്തിന് നിങ്ങൾ എവിടെ നിന്നാണ് ബ്രീത് ചെയ്യുന്നത്? ചില ആൾക്കാർ ചെസ്റ്റിൽ നിന്നായിരിക്കും ബ്രീത് ചെയ്യുന്നത്. ചിലവരുടെ ബ്രീതിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ചില ആൾക്കാർ മുഴുവനായി ശ്വാസം എടുക്കാറില്ല. ചിലവരുടെ ബ്രീതിങ് വളരെ ഷോർട്ട് ആയിരിക്കും. ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് മനസ്സിലായ ഒരു രസകരമായ സംഭവം നമ്മുടെ ബെല്ലി, നമ്മുടെ ടമ്മിയുടെ റിലേഷനാണ്. ഈ ബ്രീതിങ് നാച്ചുറൽ ആകുമ്പോൾ നമ്മുടെ ഈ സ്റ്റമക്കിലെ ടൈറ്റ്നെസ് കുറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഉദ്ദേശം എന്നത് ഈ ബ്രീതിങ്ങിനെ അതിന്റെ നാച്ചുറൽ ഋതത്തിലേക്ക് വിടുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഇനി നമ്മളിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ വരും. ഇത് നടക്കുന്നൊന്നുമില്ല, എന്റെ ചിന്ത ഇങ്ങനെ എവിടെയൊക്കെയോ പോകുന്നു, ഇത് ഞാൻ കുറെ നേരമായി വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് ഇതിന് ഇരുന്നാൽ മതിയായിരുന്നു, ഇതൊക്കെ വല്ലതും നടക്കുമോ, ഞാൻ പോകുന്നു, ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കട്ടെ, വേറെ എന്തൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ മൈൻഡ് ഇങ്ങനെ വണ്ടർ ചെയ്ത് ഒരുപാട് ചിന്തകൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും നമ്മുടെ ബ്രീതിങ്ങിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ കൊണ്ടുവരും. ഈ 20 മിനിറ്റ് നമ്മളോട് പ്രോമിസ് ചെയ്ത 20 മിനിറ്റ് ആണ്. അതിലൊരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്തു. നിങ്ങൾക്ക് ബോധം വരുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ ബ്രീതിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് നിങ്ങളോട് ചെയ്ത പ്രോമിസാണ്. സോ കീപ് ദാറ്റ് പ്രോമിസ്. ഇനി ബ്രീതിങ്ങിനെ അതിൻ്റെതായ ഋതത്തിൽ നമ്മൾ വിടുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഈ ബ്രീതിങ്ങും നമ്മുടെ തോട്ട്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതെന്ത് എന്ന് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതെനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും, നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോകും. പക്ഷെ ഇത് നമുക്ക് മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ മനസ്സിന്റെ പുറകെ പോകണം, യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് അവർ മൈൻഡ് എന്നൊക്കെ. അപ്പൊ ഈ ഔട്ട് ഓഫ് അവർ മൈൻഡ് എന്താണ്? ഭഗവത്ഗീതയിൽ ഒരു പാർട്ടിൽ പറയുന്നുണ്ട്, ഐ ആം അവയർനെസ്, നത്തിങ് എൽസ്. ഈ പറഞ്ഞതിന്റെ അനാലിസിസ് ഇങ്ങനെയാണ്: ഞാനൊരു ഒബ്ജക്റ്റിനെ നോക്കുന്നു. ഈ ഒരു ഒബ്ജക്റ്റ് എന്നത് ഞാനല്ല എന്ന് എനിക്ക് എന്തുകൊണ്ടാണ് ഉറപ്പ്? കാരണം ഇതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഐ കെൻ സീ ദിസ്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പ്രവൃത്തിയിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ തോട്ട്സ്. നമുക്കറിയാം നമ്മുടെ തോട്ട്സ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെന്നും നമുക്ക് തോട്ട്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിന്തകളല്ല എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഈ എക്സ്പീരിയൻസ്. നമുക്ക് നമ്മുടെ ചിന്തകളെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആ തോട്ടുകളല്ല. പിന്നെ എന്താണ് നമ്മൾ? ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു ചിന്തയായി മാറുകയുള്ളൂ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഉത്തരമല്ല നമ്മൾക്ക് ഇമ്പോർട്ടന്റ്. നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇതൊരു അനാലിസിസ് വീഡിയോ ആയി മാറും. പക്ഷെ ഇതല്ല. ഇത് ഒരു പ്രീ മെഡിറ്റേഷൻ പ്രാക്ടീസാണ്. നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് ഈ തോട്ട്സിന്റെ പിറകെയുള്ള നമ്മുടെ അവയർനെസ്സിലേക്കാണ്. നമ്മുടെ ജെനുവിനായ ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഐ ആം അവയർനെസ് എന്ന ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചിന്തകളല്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ മൈൻഡിന്റെ ഈ ചിന്തകളുടെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കണം.
അതിന് ഏറ്റവും നല്ല വഴി എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഈ ചിന്തകളുടെ പിറകെ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. നിങ്ങളൊരു യാത്ര പോകുന്നതായി ചിന്തിക്കുക. നിങ്ങളൊരു ട്രെയിനിലോ ബസ്സിലോ കാറിലോ പോകുന്നതായി ചിന്തിക്കുക. നിങ്ങൾ അതിന്റെ വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഭവിക്കുന്നത് നമ്മുടെ മുന്നിലൂടെ കാഴ്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാഴ്ചയിലും പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ പെട്ടെന്ന് ചില കാഴ്ചകളിൽ നമുക്ക് അട്രാക്ഷൻ തോന്നും, ചില കാഴ്ചകളിൽ നമുക്ക് കൗതുകം തോന്നും. അപ്പൊ നമ്മൾ ആ കാഴ്ചകളിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ ആ കാഴ്ചയുടെ കൂടെ തന്നെ നമ്മുടെ അറ്റൻഷനും കൂടെ പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ അറ്റൻഷൻ കാഴ്ച കാണുന്നതിലേക്ക് കൊണ്ടുവരും. അതായത് ഈ കാഴ്ച കാണുന്ന വ്യക്തിയിലേക്ക് നമ്മൾ വീണ്ടും ഫോക്കസ് കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മുടെ മുന്നിലൂടെ കാഴ്ചകൾ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരുപാട് തോട്ട്സുകൾ ഇങ്ങനെ കടന്നു പോകും. ചില തോട്ട്സിനോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ തോട്ട്സിന്റെ പുറകെ പോകും. പല ചിന്തകളും നമുക്ക് ഈസിയായി ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയ ചിന്തകളായിരിക്കില്ല. പക്ഷെ ചില ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ തന്നെ അങ്ങ് പോകും. അപ്പൊ വീണ്ടും നമ്മൾ അതിനെ തിരിച്ചു പിടിക്കാനാണ് നമ്മൾ ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. വീണ്ടും നമ്മൾ ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്യും. വീണ്ടും പല ചിന്തകളും വരും. പക്ഷെ ചില ചിന്തകൾ വരുമ്പോൾ വീണ്ടും അതിന്റെ കൂടെ തന്നെ നമ്മൾ പോകും. ഇത് തന്നെയാണ് ഞാൻ ആ കാഴ്ചകളുടെ അനാലജിയിലും പറഞ്ഞത്. ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ അറ്റൻഷൻ അതിന്റെ കൂടെ പോകും. ഇത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇതിനെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയാൽ വലിയ പ്രശ്നമാവും. ഇത് മനസ്സിന്റെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, ലോകത്തെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. മനസ്സിന്റെ ഈ ഒരു ക്യാരക്ടറിനെ ഒരു കോമഡി ആയി കാണും. നമ്മൾ ചിന്തകളുടെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോധം വരും, ഞാൻ ഈ ചിന്തകളുടെ പുറകെ പോവുകയാണ്. അപ്പോൾ ഒരു ചിരി നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സുമായി ഡിറ്റാച്ച് ചെയ്യാൻ പറ്റൂ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതിനെ സീരിയസ് ആയി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അതുമായി അറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മനസ്സിന്റെ ഈ സ്വഭാവത്തെ ചെറിയ കുട്ടികളുടെ കളി പോലെ കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രാക്ടീസ് വളരെ എളുപ്പമാവും. ഇത് ആദ്യമായാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 1000 തോട്ട്സുമായി നിങ്ങൾ അറ്റാച്ച് 1000 പ്രാവശ്യമെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളെ പിടിക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ശരിയാണ്. പക്ഷേ ഗ്രാജുവലി ഇത് 1000-ആയി, 500-ആയി, 100-ആയി, 10-ആയി, പിന്നെ 1-2 ആയി മാറും. പക്ഷെ ഈ 1000 പ്രാവശ്യം തിരിച്ചു പിടിക്കുന്ന ഒരു വിൽ പവർ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. തോട്ട്സ് എത്ര സീരിയസ് ആയിക്കോട്ടെ, എത്രമാത്രം കൺവിൻസിങ് ആയിക്കോട്ടെ, അതൊക്കെ തോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഈ 20 മിനിറ്റ് വേറെ ഒന്നും ചെയ്യാനില്ല. അത് നിങ്ങളോട് ചെയ്ത പ്രോമിസ് ആണ്. സോ ഐ ആം സേയിങ് ഇറ്റ് അഗൈൻ, കീപ് ദാറ്റ് പ്രോമിസ്. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതാണോ മെഡിറ്റേഷൻ? ഈ 20 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണോ? I would really like to know your opinion on this. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ you can say it in the comment box and I will be really happy to read it. നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ please share it to your friends and don't forget to subscribe. I will see you in another video. Till then, take care. Not the meditation that people practice 20 minutes every day or 20 minutes in the morning and the evening, or meditation according to a system and so on. That's not meditation at all. Meditation is the ending of image making by thought